കെട്ടുകഥ, കസേരകളി, കഥകളി. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മരപ്പട്ടികളായിരിക്കും. മുമ്പ് ബാലൻ സഹാവ് പറഞ്ഞ ഉപദേശം സഹാക്കൾ കൃത്യമായി പാലിച്ചതുകൊണ്ട് ചിഹ്നം പോയില്ല. അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ കാരണഭോജൻ സഹാവിനെ ശല്യപ്പെടുത്തുന്ന മരപ്പട്ടികളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔപചാരിക ചിഹ്നം അരിവാൾ ചുറ്റികളാണ്, അല്ലെങ്കിൽ അരിവാൾ ചങ്ങല. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാർ ഉണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ ശാഖ്യശീലം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് മര്യാദക്കുള്ള ചിഹ്നമൊക്കെ അവർ ജീവിച്ചെടുത്തല്ലോ, ഇല മുതൽ സൈക്കിൾ വരെയുള്ള. നമുക്ക് തരിക ഈനാം പേച്ച്, അല്ലെങ്കിൽ എരിപ്പെട്ടി, അല്ലെങ്കിൽ തേള്. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ പേരെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. അപ്പോൾ ഞാനും പറയേണ്ടി വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിൻ്റെ ചിഹ്നത്തിൽ, അല്ലെങ്കിൽ എലിപ്പെട്ടിയുടെ ചിഹ്നത്തിൽ, അല്ലെങ്കിൽ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതെത്താൻ പാടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചേ പറ്റൂ.